എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക, സപ്പോർട്ട് കാരണം എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ അധികം കൈകാര്യം ചെയ്തിട്ടില്ലാത്തതാണ് ഇതുവരെ. ഇപ്പം 10 വർഷമായെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഭാര്യ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിലൊരു പ്രണയമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഡെലിവറി പോലും ഞാൻ ചെയ്തിട്ടില്ലാത്ത ആളാണ്. സോ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി. കാരണം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് സ്ക്രീനിൽ വരുമ്പോൾ എൻ്റെ ഒരു പ്രണയം ഞാൻ എങ്ങനെയാണ് കാണിക്കുന്നതെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. സന്തോഷം. ഞാൻ മാത്രമല്ല ഇപ്പം ഞങ്ങൾ കണ്ടവരെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. മേ ബി ഞങ്ങൾക്കത് കുറച്ചും കൂടി കാരണം നമ്മളെല്ലാവരും കുറേ പോർഷൻസ് ഞങ്ങൾക്ക് തന്നെ അറിയാം ഇനി എന്താ വരാൻ പോണത് മുന്നേയുള്ളത്. സോ ഞങ്ങൾ തമ്മിലായിരിക്കും അത് നന്നായിരുന്നു, മറ്റത് കൊള്ളാം എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി കണ്ടത്. പിന്നെ അടുത്ത ഒരു ഷോ ഞങ്ങൾ അല്ലാത്ത ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായാലും കാണാനായിട്ട് അതെ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ കാണും. ഹലോ, എന്താ നല്ല പടം, ഞാൻ അഭിനയിച്ചത് അത്രേ പറയാറുള്ളൂ. താങ്ക് യു. നല്ല പടം. സോറി, അതെ നല്ലതായിരുന്നു. വേറെ കൂടുതൽ പറയാനൊന്നുമില്ല. ഇറ്റ് വാസ് എ ഗുഡ് ഫിലിം. താങ്ക് യു. ഞാൻ അപ്പുണ്ണി ശശിയുടെ വൈഫായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പടമാണ്, അത് ഫാമിലി എൻ്റർടൈനറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. പ്രണയത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ബിച്ചേട്ടൻ്റെ പടമാണല്ലോ, പറയേണ്ട കാര്യമില്ല. പടം കുഴപ്പമില്ല, നമുക്ക് ഫാമിലിയായിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു പടം. പിന്നെ പ്രണയത്തിനൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു പടം.